ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായോ? ഒമാനി ഹൽവയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ മെയ്ഡ് ഇൻ ഒമാൻ ഓഫ് സുൽത്താൻ എന്നൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കൊളീഗ് ചേട്ടൻ ഒമാനിൽ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ്. ഇതിൽ ആദ്യമേ തന്നെ എനിക്ക് എന്നെ അട്രാക്ട് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോക്സ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഇവിടെ നിന്നൊക്കെ ഹൽവ മേടിക്കുമ്പോൾ അത് ചെറിയ പ്ലാസ്റ്റിക് കവറിലൊക്കെ അല്ലേ വരുന്നത്. ഇത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യാം. അലുവ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബോക്സ് നല്ലോണം വീണ്ടും റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. കറിയൊക്കെ ഒഴിച്ച് വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ബോക്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബോക്സ് കാരണമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. സാധാരണ അലുവയൊക്കെ കഴിച്ച് ആ വഴിക്ക് പോകാറുള്ള ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ബോക്സിന്റെ വീഡിയോ ആണ് എടുക്കാന്ന് പറഞ്ഞാണ് വന്നത് കേട്ടോ. അപ്പോൾ ഈ അലുവ കൊടുത്തു വിട്ട റിയാസ്ക്ക് ആദ്യമേ തന്നെ താങ്ക്സ് പറയാണ്. അപ്പൊ നമ്മുടെ ടീമിൽ 10-40 പേരുള്ളത് കാരണം നമ്മളിത് ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് മുറിച്ചൊക്കെയാണ് കേട്ടോ കഴിച്ചത്. കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനൊക്കെ മുറിച്ചൊക്കെ എടുത്തു കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, ഒത്തിരി നട്ട്സ് ഒക്കെ ഇട്ടിട്ട്. പിന്നെ കഴിക്കാനാണെങ്കിലും നല്ലൊരു ഫ്ലേവറും കിട്ടിയായിരുന്നു കേട്ടോ. നമ്മുടെ ഏലക്കയുടെയും റോസ് പെറ്റൽസും സാഫ്രോണില്ലേ, കുങ്കുമപ്പൂ, അതിൻ്റെയൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഷുഗർ കെയിൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. എനിക്ക് കഴിച്ചപ്പോൾ ഷുഗർ കെയിൻ്റെ തരിയില്ലേ നമ്മൾ സാധാരണ കഴിക്കും, അതുപോലൊക്കെ കിട്ടിയായിരുന്നു. എനിക്ക് ഉറപ്പില്ല ഉണ്ടോ എന്ന്. പിന്നെ നല്ല സോഫ്റ്റ് ടെക്സ്ചർ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്നത് കാരണം നെയ്യൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അടുത്ത ദിവസം ഞാൻ ഇതിന്റെ ബാക്കി വന്ന അൽവയും കഴിച്ചായിരുന്നു. അപ്പൊ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ വീണ്ടും റിയാസ്ക്ക് താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.